കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ നമ്മളൊരു ചെറിയ ട്രിപ്പിന് ഇറങ്ങിയേക്കണേ. അത് ഇവിടം തൊട്ട് നമ്മുടെ ടാർ റോഡ് ഇപ്പോൾ തീരും. ഇവർ പറഞ്ഞു ഇവിടെ നാട്ടുകോഴി ഉണ്ടെന്ന് പറഞ്ഞാൽ നാട്ടുകോഴി. അപ്പോൾ നാട്ടുകോഴി കഴിച്ചിട്ട് ഒരു മുദ്ദയും കൂടി കഴിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. SUV 700 ആദ്യം പാർക്ക് ചെയ്തേക്കണം. അതിനുശേഷം നമ്മുടെ ഫ്രണ്ടിൽ മത്സരിച്ച് പോയ ക്രീറ്റ പാർക്ക് ചെയ്തു. അതിനുശേഷം എല്ലാവരും നടക്കുവാണ് ഇവിടുന്ന്. അപ്പം നമ്മൾ ഇവിടെ നടക്കാനെന്ന് മുകളിൽ നമ്മുടെ ജിംനിക്കുട്ടൻ മുകളിലേക്ക്. എല്ലാവർക്കും ഡ്രീമി വിൽസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ നമ്മളൊരു ചെറിയ ട്രിപ്പിന് ഇറങ്ങിയേക്കണേ. ബില്ലിക്കൽ രംഗസ്വാമി ടെമ്പിൾ. ഇവിടെ ഒരു ബെട്ടയുണ്ട് കേട്ടോ മേളിൽ. നമുക്ക് ഇവിടുന്ന് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ കയറിപ്പോയിട്ട് ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ കൂടെ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഫോറസ്റ്റ് തുടങ്ങുവാണ്. അതുപോലെ തന്നെ നമ്മുടെ ആ ടെമ്പിളിൻ്റെ ഒരു ആർച്ച് നമ്മൾ ഇവിടുന്ന് തുടങ്ങുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ കൂടെ ഒരു പുതിയ അതിഥി കൂടെ ഉണ്ട് കേട്ടോ. ഇതാണ്ടാ, ഇത് നമ്മുടെ ബെഞ്ചിക്കുട്ടിയാണ്. ഇതൊക്കെ ബെഞ്ചിക്കുട്ടി ഒരു ഹായ് പറഞ്ഞ്. ഇതുണ്ടോ ബെഞ്ചിക്കുട്ടി നമ്മുടെ കൂടെ വന്നേക്കാനാണ്. ഇവള് നമ്മൾ പിങ്ഷർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രീഡാണ്. നമ്മുടെ മിനിയേച്ചർ ഡോബർമാൻ എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് പൊക്കം വയ്ക്കുള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടിയിലിരിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരിക്ക് ഒരു ഡൈപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് വന്നത്. പിന്നെ നമ്മുടെ ജിംനിക്കുട്ടൻ, നമ്മൾ ഒരുപാട് നാളായിട്ടോ ആശാനെ കണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വെറുതെ ഇപ്പം നമ്മൾ ഒരു കവറൊക്കെ ഇട്ട് ഇങ്ങനെ മൂടിയിട്ടേക്കുവാണ്. വല്ല ആഴ്ചയിലൊക്കെ ചിലപ്പോൾ ഒന്ന് എടുത്ത് 1 കിലോമീറ്റർ 2 കിലോമീറ്ററൊക്കെയാണ് മാക്സിമം നമ്മൾ ഓടിക്കാറുള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല ആയിട്ടാണ് ഇന്ന് പെട്ടെന്നൊരു പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഇറങ്ങിയത്. ഞാൻ റൂറലായിട്ടുള്ളൊരു ഗ്രാമത്തിൽ കൂടെ കേട്ടോ നമ്മൾ കടന്നു തന്നെ. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഇതൊരു മഴക്കാലം, ഒരു മൺസൂൺ ടൈമിലാണ് നിങ്ങൾ വരുന്നെങ്കിൽ ഇഡിലൻ വൈവാഹിക്കും. ഇപ്പോൾ ഏകദേശം കുറച്ചൊക്കെ ഒരു ഉണങ്ങിക്കരിഞ്ഞ ഒരു പ്രതീതിയൊക്കെയാണ്. ഇത് കണ്ടോ, അതിനകത്ത് ആന ക്രോസ് ചെയ്യുന്ന എന്നൊക്കെ ഉള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ട്. വൈൽഡ് ആൻഡ് ഇനി ഫോറസ്റ്റാണ്, ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് അറിയില്ല ഇനിയിപ്പം എന്തെങ്കിലും ഒരു പാസ് എടുത്തിട്ട് പോകണമെന്നൊന്നും അറിയില്ല. പക്ഷേ എല്ലാവരും അങ്ങനെ പോകുന്നുണ്ട്. പോലെ ആരും കൊണ്ടാ കയറിക്കോളൂ ഫ്രണ്ട്സ്. ഇതുണ്ട് ബെഞ്ചിക്കുട്ടി, നമ്മളിത് ഇവിടെയാണ്. ബെഞ്ചിക്കുട്ടിയുടെ ഇത് ബെഞ്ചിക്കുട്ടിയും ആര്യൻകുട്ടനും കൂടെ കൂടിയാണ് ഇരിക്കണേ. ബെഞ്ചിക്കുട്ടി നല്ല ഉറക്കമായിരുന്നു ഇത്ര നേരം ഇവിടെ കിടന്നിട്ട്. എടാ ബെഞ്ചു, എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ ഒന്ന് പറഞ്ഞേ. ബെഞ്ചി, ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം അല്ലേ? ഗുഡ് ബോയ് അല്ല ഗുഡ് ഗേൾ ആട്ടോ, ഗുഡ് ഗേൾ. ശരിക്കും ഇതേട്ടോ ഇവിടെ നന്നായിട്ട് ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ഇതൊക്കെ താത്തിക്കോ. ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. പക്ഷെ നൈറ്റിലൊക്കെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യണ്ടായിരിക്കാം. ഇപ്പോൾ വേറെ വിഷയങ്ങളൊന്നും. ശരിക്കും നല്ല മഴക്കാലത്താണെങ്കിൽ നല്ല രസമായേനെ കേട്ടോ അല്ലേ? മഴക്കാലത്ത് പക്ഷേ ഈ റോഡ് ഇതൊരു ഓഫ് റോഡായിട്ടായിരുന്നു കാണിച്ചിരുന്നത് നമ്മൾ. പക്ഷേ ചതിച്ചു. ഈ റോഡ് മുഴുവൻ ടാർ ചെയ്തു, നല്ല രസകരമാക്കി മാറ്റി. നമ്മളിത് ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് മഡ് വെള്ള കളറിലാണ് കിടന്നിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിത് ചൂസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നേട്ടോ. പക്ഷേ എന്താണെങ്കിലും വേറെ ഒരു ഗുണമുണ്ട്. നമ്മൾ ഓഫ് റോഡ് ചെയ്യുന്നവർക്കല്ല, എല്ലാവർക്കും ബാംഗ്ലൂർ നമ്മൾ ഉള്ള ആൾക്കാർക്ക് ഒരു ദിവസം വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരു ഡ്രൈവ് വന്ന് നമുക്ക് ബെട്ടയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നു കാണുന്നത്. മേളിൽ ചെന്നിട്ട് ബാക്കിയുള്ള കാഴ്ച നമുക്ക് കാണാം. ഓക്കെ ഫ്രണ്ട്സ്. ഇവിടെ നിന്നൊരു ജംഗ്ഷൻ വരുമല്ലേ? ആ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ ആണെന്ന് തോന്നുന്നു നമ്മുടെ ഇതാന്ന് തോന്നുന്നു. ഇനി വഴി മോശമാണ്. ടാർ റോഡാണ്, പൊളിഞ്ഞു കിടക്കണമെന്നുള്ളൂ. വാവ്, ഏതാ തണുപ്പുണ്ട്. അത് കർണാടക എല്ലായിടത്തും ഉണ്ടല്ലോ.
ഇവിടെയൊക്കെ ഫെൻസിങ് ആട്ടോ. എന്താ റിസോർട്ട് പണിയെന്നു തോന്നുന്നു. ഉണ്ടോ? ആന വരുമായിരിക്കും അല്ലേ ഇവിടെയൊക്കെ? അതെ അതെ അതെ, ഭയങ്കര. അതെ അതെ അതെ, രാത്രി ആകുമ്പോൾ ഓണാക്കും. ഇനി നമുക്ക് അമ്മടാ ക്ലോസ്ഡ് ആണല്ലോടാ. ഓ ഗൈസ്, പെട്ടു ഗൈസ്. അവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ അത് ലോക്ക് ചെയ്തേക്കുവാണ്. ലോക്ക് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാകത്തില്ലാത്ത രൂപത്തിൽ വലിയ കന്നഡയിൽ ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ ഗൂഗിൾ ലെൻസ് വെച്ചിട്ടൊന്ന് വായിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഏരിയയിൽ നമുക്ക് നെറ്റില്ല, ഇൻ്റർനെറ്റും ഇല്ല. ഓക്കെ, ഇനി എന്ത് ചെയ്യും, നമുക്ക് അടുത്ത എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് നോക്കാം. ഈ അടുത്ത് എവിടെയെങ്കിലും നമുക്ക് ഇവിടെയുള്ള ആൾക്കാരോടൊന്ന് ചോദിച്ചു നോക്കാം. ഇന്നാണോ ಬಿಲ್ಲಿಕಲ್ ರಂಗಸ್ವಾಮಿ ಟೆಂಪಲ್ ಆಗುತ್ತಿಲ್ಲ ಅದು? ಏನದು ಪ್ರಾಬ್ಲಮ್ ಇವಾಗ? ಪ್ರಾಬ್ಲಮ್ ആനയാ? ഫ്രണ്ട്സ്, പെട്ടു. അത് ശനിയാഴ്ച മാത്രമാണ് അങ്ങോട്ട് ഓപ്പണിംഗ് ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം അത് ഇങ്ങോട്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ലെന്നാണ് പറയണത്. അപ്പം നേരെ തിരിച്ചിട്ട് വേറെ ഏതെങ്കിലും സ്പോട്ട് ഉണ്ടെങ്കിൽ പോവാം. ഫ്രണ്ട്സ്, ഞങ്ങളിങ്ങനെ വന്ന വഴിക്കുണ്ടല്ലോ ഒരു ട്രഡീഷണൽ ആയിട്ടൊരു ഹോട്ടൽ. അപ്പം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇവർ പറഞ്ഞു ഇവിടെ നാട്ടുകോഴി ഉണ്ടെന്ന് പറഞ്ഞു. നാട്ടുകോഴി. അപ്പോൾ നാട്ടുകോഴി കഴിച്ചിട്ട് ഒരു മുദ്ദയും കൂടി കഴിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ നാട്ടിൻപുറങ്ങളിൽ വരുമ്പോഴുണ്ടല്ലോ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് എനിക്കിഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഇപ്പോൾ ഇവർക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവർക്കൊരു ഹെൽപ്പും ആകും. അതുപോലെ തന്നെ അടിപൊളി കേട്ടോ. ഇവിടുത്തെ ഒരു ചുറ്റുപാടിയും കാണിച്ചു തരാവേ. നമ്മുടെ ജിമ്മിനിക്കുട്ടനോട് കിട്ടു. ഇതുണ്ടോ ഫ്രണ്ട്സ്, നല്ല അടിപൊളിയായിട്ട് ഒരു സാധനം ചെയ്തേക്കണുണ്ടോ? ഏതാ? ഇതാണ് നമ്മുടെ ഹോട്ടൽ. നമ്മൾ ഏകദേശം ഒരു 20 വർഷമൊക്കെ പുറകോട്ട് പോയല്ലുണ്ട്. ഇത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ട്, ഇതിൻ്റെ ഉൾവശമൊക്കെ ചെയ്തേക്കണേ. അടിപൊളി. ഒരു പിടി പിടിക്കാം. ನೀವು ಮಾಡ್ತಾರಾ ಇದು? ಇದು ಕರಿ? ಇಲ್ಲ, ನಾವು ತರ್ತೀವಿ. ಹಾಂ. അങ്ങനെ മുദ്ദ, ഇതാട്ടോ മുദ്ദ. ഇത് നമ്മുടെ റാഗി കുഴച്ച് ഉണ്ടാക്കിയേക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, അതും നാട്ടുകോഴികളെ. ഒരു സുഖകരമായിരുന്നില്ല ഫുഡ് കഴിച്ചപ്പോൾ എനിക്ക് കേട്ടോ. എന്തോ കാര്യം പറഞ്ഞാൽ നാട്ടുകോഴിയൊക്കെയാണ്, പക്ഷേ ഈ മസാലയുടെ ഒരു മാറ്റം ഉണ്ടല്ലോ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതും. അതുപോലെ തന്നെ ബാംഗ്ലൂരാണെങ്കിലും ബാംഗ്ലൂർ നമ്മൾ കഴിക്കുന്ന ഒരു സ്റ്റൈലും വ്യത്യാസമുണ്ട്. ഇവരുടെ മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ലൈറ്റ് അല്ലേ, ഒട്ടും മസാല ഇല്ല. മസാല വളരെ കുറഞ്ഞിട്ട് അത്യാവശ്യം നല്ല ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള, പക്ഷെ എന്നാലും കേരളാലു സുന്ദര. അപ്പൊ നമ്മൾ കേരളത്തിലുള്ളവരായതുകൊണ്ടാണോ ഈ പേര്? കേരളാലു സുന്ദര റോഡിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 1 കിലോമീറ്റർ നമുക്ക് കേരള. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാട്ടോ നമ്മൾ കുണികൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കണേ. അപ്പോൾ കുണികലിൽ ഒരു അടിപൊളി ഒരു കേവും അതുപോലെ തന്നെ ഒരു ബെട്ടയുടെ മേളിലൊരു ടെമ്പിളൊക്കെ ഉണ്ട്. അങ്ങോട്ട് കയറി പോകാനുള്ള ഒരു ഓഫ് റോഡും ഉണ്ട്. കിടിലൻ സ്പേസാണ്. ഞാൻ അതിന് മുമ്പ് പോയിട്ടുള്ളതാണ്. അപ്പോൾ ആര്യൻകുട്ടനും രമ്യയും പോയിട്ടില്ല. അപ്പോൾ അവരെ ഒന്ന് കൊണ്ട് കാണിക്കാമെന്ന് വെച്ച് ഞങ്ങൾ ഈ റോഡിലേക്ക് കയറി.